സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജമാഅത്തായി നമസ്കരിക്കാൻ പള്ളിയിൽ സൗകര്യങ്ങൾ ചിലർ തടയുന്നു, പള്ളിയിൽ പോകുന്നത് തടയാറുണ്ട്. അപ്പൊ ആ പള്ളിയിൽ പോകുന്നത് തടയാൻ വല്ല അനുവാദം ഇസ്ലാമിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, തടയുക എന്നുള്ളത്? അതുപോലെ തന്നെ നമ്മൾ സാധാരണ റസൂലിന്റെ കാലത്തൊക്കെ പള്ളിയിൽ സ്ത്രീകൾ വരുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞതാണല്ലോ, മനസ്സിലാക്കിയതുമാണ്. ഈ മദ്ഹബിന്റെ ഇമാമുകളുടെ അഭിപ്രായത്തിൽ സ്ത്രീകളുടെ പള്ളിയിലേക്കുള്ള പ്രവേശനം, അതിനെക്കുറിച്ച് എന്താണ് പ്രാമാണികമായി? സ്ത്രീകളുടെ പള്ളി ജുമാ ജമാഅത്തിന് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്, സഹാബിമാരുടെ മാതൃക എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ, പുരുഷന്മാര് നമസ്കരിച്ചിരുന്ന ജുമാ ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്നത് തന്നെയാണ്. എന്ന് മാത്രമല്ല, എങ്ങനെയാണ് സഫ് നിൽക്കേണ്ടതെന്ന് വരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സ്ത്രീകൾ സ്വന്തം ഭാര്യ അടക്കം പള്ളിയിൽ വരുന്ന അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല, ഉമറിന്, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്. അപ്പൊ ആ വിവരം പക്ഷേ ഇന്നോട് തടഞ്ഞില്ല. കാരണം തടയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തംനൗ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടെ തടഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പത്നി ആത്തിഖയാണെന്ന് തോന്നുന്നു. അദ്ദേഹം കുത്തേറ്റ് രക്തസാക്ഷിയാകുമ്പോൾ ഷഹീദാകുന്ന സന്ദർഭത്തിൽ ആ സുബൈ സമയത്ത് ആര് പള്ളിയിലുണ്ട്? ഈ വിലക്കിയ അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ, ഞാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് അന്ന് ആ സമയത്ത് പള്ളിയിലുണ്ട് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ അത് നിഷിദ്ധമാണ് എന്ന് പറയുന്നവര് പ്രമാണങ്ങളുടെ പിൻബലം അതിനില്ല. പിന്നെ ഫിത്തിനയാണ് പറയാ. ഫിത്തിന ഉണ്ടാകുകയാണെങ്കിൽ പള്ളിയിൽ മാത്രമല്ല പുറത്തന്നെ ഇറങ്ങാൻ പറ്റൂല. പക്ഷെ ഈ ഫിത്തിന വരുന്നത്, ഇവര് ഫിത്തിന പറയുന്നത് എവിടെയാണ്? വളരെ സുരക്ഷിതമായി ആരും കാണാതെ ഒരു സെപ്പറേറ്റ് ഭാഗത്ത് നിസ്കരിച്ച് സ്ത്രീകൾ നിസ്കരിക്കുന്നു ോ പള്ളിയിൽ വരുന്നുണ്ടോ എന്ന് പോലെ അറിയാം. അത്രയും വൃത്തിയുള്ള ഭദ്രമായ സ്പേസിൽ വേറെ തന്നെ ഓലു എടുക്കാനുള്ള ഉള്ളടുത്ത് വന്ന് പോകുമ്പോ അത് ഫിത്തിന. എന്നാൽ രാത്രി പാതിരാ പ്രസംഗങ്ങൾക്ക്, വയലുകൾക്ക്, ജാറങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് തീർത്ഥാടന, അവിടെ ഒന്നും ഫിത്തനിട്ടില്ലേ. അതൊരു തരം ദീനീ പ്രതിബദ്ധതയല്ല, വേറെ ചില താല്പര്യങ്ങൾ കൊണ്ട് പറയുന്നതാണ്. പുതുതായി നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾക്ക്, യാത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകമായ സൗകര്യം പള്ളിയുടെ കുറച്ചപ്പുറത്തായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാണാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പള്ളിയിൽ നമസ്കരിക്കുന്ന അതിന്റെ ഒരു പ്രതിഫലം ലഭിക്കുമോ? അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, പള്ളിയിൽ നമസ്കരിക്കുക എന്നത് ഒറ്റക്ക് നമസ്കരിക്കുന്നത് പോലെ തന്നെയാണ് ഉള്ളൂ, ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുകയാണെങ്കിൽ. പക്ഷെ അതിന് പള്ളി എന്ന പരിവേഷം ഉണ്ടാവില്ല. അതിന് മുസല്ല എന്ന് പറയും അറബിയിൽ, പ്രയർ ഹാൾ എന്നൊക്കെ പറയുമല്ലോ, നമസ്കാര സ്ഥലം. അതാണ് മുസല്ല എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ വിരിക്കുന്ന വിരിപ്പിനാ പറയുക, പക്ഷെ അതല്ല. മുസല്ല എന്ന് പറഞ്ഞാൽ നമസ്കാര സ്ഥലം എന്നാണ്. അത് പിന്നെ എന്താന്ന് വെച്ചാൽ, ഈ യാത്രക്കാരായ സ്ത്രീകൾ നിസ്കരിക്കാതെ നിസ്കാരം കലാക്കൽ തുടങ്ങിയപ്പോൾ മറ്റുള്ള പള്ളികളിലൊക്കെ, ധാരാളം പള്ളികളിൽ സ്ത്രീകൾക്ക് അല്ലാതെ തന്നെ സുഖമായിട്ട് കയറി നമസ്കരിക്കാം. അപ്പൊ ഇത് നിഷിദ്ധമാണെന്ന് പറയുന്ന ആളുകൾ ഒരു പ്രതിസന്ധിയിലായിട്ട് അവിടെ പോകാനും പറ്റൂല, എന്നാൽ സ്ത്രീകളെ നിസ്കാരം കലാക്കാനും പറ്റൂല. അപ്പൊ നിർബന്ധിതരായിട്ട് അവരിങ്ങനെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞ് വെക്കാൻ നിർബന്ധിതരാണ്. കുറച്ച് കഴിയുമ്പോൾ അവർ പള്ളി എന്താക്കും, അനുവദിച്ചു കൊടുക്കും.